നമസ്കാരം. ഇന്ന് ഉരുളക്കിഴങ്ങ് സമോസയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനു മുന്നേ മൈദയും ഗോതമ്പും ചേർത്ത് റെഡിയാക്കുന്ന സമോസയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിലൊന്ന് കണ്ടു നോക്കണേ. അതിൽ നിന്നും വ്യത്യസ്തമായി മൈദ മാത്രം ചേർത്താണ് ഈ സമോസ റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്ങിനും വ്യത്യാസമുണ്ട്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് മൈദ ഒരു ബൗളിലിട്ടതിന് ശേഷം ഒരു 2 പിഞ്ച് സോൾട്ടും ഒരു 2 പിഞ്ച് അയമോദകവും ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കണം. എന്നിട്ട് അത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് ഇത് ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല കുഴച്ചെടുക്കണം. ഇത് മൈദ മാത്രമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ അത് ലൂസാകും. നമ്മളിതിന് വേണ്ടി 240 ml കപ്പിലാണ് പൊടി എടുത്തത്. ഇത് കുഴയ്ക്കാൻ ഒരു 1/4 കപ്പും ഒരു അല്പം കൂടെ വെള്ളം വേണ്ടി വരും. ഇതേപോലെ കുറച്ച് ഒഴിച്ച് വേണം കുഴച്ചെടുക്കേണ്ടത്. ഓരോരോ പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവുകൾ. കുഴച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കേണ്ടത്. കൂടുതൽ ലൂസാകാനും പാടില്ല, കൂടുതൽ തിക്കാവാനും പാടില്ല. നമുക്കിനി മസാല റെഡിയാക്കാൻ ഇത്രയും ഐറ്റങ്ങൾ ആവശ്യമായിട്ടുള്ളത്: ബോയിൽഡ് പൊട്ടറ്റോ, മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത്, ഇതൊക്കെ. ഇനി നമുക്ക് അതിനുവേണ്ടി ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു സോസ് പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പിസ്തയും ചേർക്കണം. ഇതിന് പകരം കടലയും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും 1 ടീസ്പൂൺ അളവിൽ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും ചേർക്കണം. അതും എന്നിട്ട് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കാം. ഈ ഗ്രീൻ പീസിനെ കൂടുതൽ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്, ഒരു 1-2 മിനിറ്റ്. ഇപ്പോൾ അത് ഏകദേശം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് ചൂടുവെള്ളം അതിലോട്ട് ഇങ്ങനെ ഒന്ന് തളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് മസാല എല്ലാം അതിൽ നല്ല യോജിച്ച് കിട്ടും. ഇനി നമുക്ക് ആ ബോയിൽ ചെയ്ത പൊട്ടറ്റോ അതിലോട്ട് ചേർക്കാം. എന്നിട്ട് അതും ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലായിടത്തും. എന്നിട്ട് അല്പം ഉപ്പ് കൂടെ ചേർക്കണം. എന്നിട്ട് അതും നല്ല മിക്സാക്കി എടുക്കണം. ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് മല്ലിയിലൂടെ ചേർക്കണം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ, ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇതേ രീതിയിലാണ് ഫില്ലിങ് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ ഫില്ലിങ് ഇരിക്കണം. ഇനി നമുക്ക് സമോസയ്ക്ക് വേണ്ടിയുള്ള ഷീറ്റ് റെഡിയാക്കാം. ഇപ്പോൾ അത് അരമണിക്കൂറായി, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ അതിനെ ഇങ്ങനെ ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. മൊത്തത്തിൽ 5 ഉരുളയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കത് 10 സമോസ റെഡിയാക്കാവുന്നതാണ് ഇതേ അളവിൽ. നമുക്കിനി ഉരുളകളിൽ കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇത് മൈദ ആയതുകൊണ്ടാണ്, എന്നാലേ നല്ലപോലെ അത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് അതിൽ തൂകിയതിന് ശേഷം എന്നാലും അത് നല്ലപോലെ ഇങ്ങനെ പരന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലെ കുറച്ച് നീളത്തിലാണിത് പരത്തിയെടുക്കേണ്ടത്, ചെറിയൊരു തിന്നായിട്ട്. എന്നിട്ട് ഇനി നമുക്ക് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് കോൺ ഷേപ്പിലാക്കി എടുക്കണം. അതിനുവേണ്ടി അല്പം വെള്ളം ഒന്നതുപോലെ സൈഡിലൊന്ന് തൂങ്ങണം, 2 സൈഡിൽ, എന്നാലും അത് നല്ല പ്രസ് ചെയ്തിരിക്കുകയുള്ളൂ. ഇപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ അതൊരു കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഇതേപോലെ അതിൽ ഫില്ലിങ് വയ്ക്കാം. എന്നിട്ട് അതൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ട് സൈഡൊന്നിങ്ങനെ ഒന്ന് ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇതേ ഷേപ്പിലാണത് ഇരിക്കേണ്ടത്. ഇപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. സോസ് പാൻ വെച്ചിട്ട് അതിൽ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ടത് ഇട്ട്
ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ടൊരു 5-6 മിനിറ്റ് എടുത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് എന്നാലും അത് നന്നായിരിക്കുള്ളൂ. അതിൻ്റെ പുറമെല്ലാം നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു റെഡിഷ് കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം റെഡിഷ് കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ്ങിനായി തയ്യാറാക്കിയ ആ മസാലക്കൂട്ടും അതുപോലെ കുഴച്ചെടുത്ത മാവും ഒക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി നമുക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അത് ഇരിക്കേണ്ടത്. ഇത് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈവനിങ് സ്നാക്സ്, ടീ, കോഫിയോടൊപ്പം ഒക്കെ ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.